കിച്ചേട്ടാ പറയേ, ആവേശത്തിൽ ലച്ചു പറഞ്ഞു. കിച്ചു ആണേൽ ദയനീയമായി നോക്കുകയാണ് കണ്ണനെയും അവൻ്റെ അടുത്തിരിക്കുന്ന ഭദ്രയെയും. വേറെ വഴിയില്ലെന്ന രീതിയിൽ കിച്ചു പറയാൻ നിന്നു. അതെ, പറയുമ്പോൾ മുഴുവനായി വിശദമായി തന്നെ പറയണം. അച്ചു കിച്ചുവിനെ നോക്കി അല്പം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കിച്ചു ആണേൽ പെട്ടെന്ന പോലെ ചുറ്റുമിരിക്കുന്നവരെ നോക്കി. പറയേ കിച്ചേട്ടാ. ഗൗരിയും അമ്മുവും കൂടെ പറഞ്ഞതും പറയാതെ വയ്യ എന്നായി കിച്ചുവിന്. പ്രത്യേകിച്ചൊന്നുമില്ല. അന്ന് ഓണം സെലിബ്രേഷൻ്റെ അന്ന് ആ കുട്ടി വന്ന് എന്നെ പ്രപ്പോസ് ചെയ്തു. ഞാനത് റിജക്റ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. കിച്ചു അതും പറഞ്ഞുകൊണ്ട് ഭദ്രയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി കുപ്പി തരാൻ പറഞ്ഞു. ഐ, മുഴുവനും പറയടാ. അടുത്തിരുന്ന പ്രണവ് അവനെ തട്ടിക്കൊണ്ട് പറഞ്ഞു. പ്രണവേട്ടാ, ഏട്ടൻ പറയ് ബാക്കി. അച്ചു പറഞ്ഞു. ഇത് ഫൗള്. കിച്ചു പറഞ്ഞു. ഡാ കിച്ചു, വിശദമായി പറയാനാ പറഞ്ഞത്, ബാക്കി കൂടി പറയടാ. കണ്ണൻ ചിരിച്ചുകൊണ്ട് കിച്ചുവിനോട് പറഞ്ഞു. അത് വേറെ ഒന്നുമല്ല, ആ പെണ്ണ് പ്രപ്പോസ് ചെയ്തത് എൻ്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ടായിരുന്നു. അത് കോളേജിലെ പകുതി മുക്കാൽ ആളുകളും കണ്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഭദ്രയെയും കണ്ണനെയും പ്രണവിനെയും നോക്കി പല്ല് കടിച്ചുകൊണ്ട് കിച്ചു പറഞ്ഞു നിർത്തി. എന്നിട്ട് പതിയെ തലചരിച്ച് അച്ചുവിനെ നോക്കി. മുഖമാകെ ചുവന്ന് കുടക്ക പോലെ വീർത്തിരിപ്പുണ്ട്. കിച്ചു ദയനീയതയോടെ ലച്ചുവിനെ നോക്കി. ഇന്നാ കിച്ചു കുപ്പി. ഭദ്ര കുപ്പി നീട്ടിയതും അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് കിച്ചു കുപ്പി വാങ്ങി. കിച്ചു കറക്കിയതും നേരെ ചെന്ന് വീണത് ഭദ്രയുടെ കൂട്ടുകാരി ആരതിയുടെ മുന്നിലാണ്. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞാൽ ആരെ പ്രപ്പോസ് ചെയ്യും? കാരണം കൂടി പറയണം. കിച്ചു പറഞ്ഞതും ആരതി എല്ലാവരെയും ഒന്ന് നോക്കി. അങ്ങനെ ഒരാളെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞാ അത് പ്രണവേട്ടനെ പ്രപ്പോസ് ചെയ്യും. ആരതി എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിൻ്റെ കാരണം? ലച്ചുവാണ് അത് ചോദിച്ചത്. അത് എനിക്ക് ഈ കൂട്ടത്തിൽ പേഴ്സണലി അറിയുന്നത് കണ്ണേട്ടനെയും കിച്ചേട്ടനെയും പ്രണവേട്ടനെയുമാണ്. ഇവരെ അറിയുന്നത് ഭദ്ര പറഞ്ഞ അറിവുകൾ വെച്ചാണ്. പിന്നെ കണ്ണേട്ടനും കിച്ചേട്ടനും കമ്മിറ്റഡ് ആണ്. പിന്നെയുള്ളത് പ്രണവേട്ടൻ. ഏട്ടനെ പറ്റി ഇവൾ പറഞ്ഞിട്ടുണ്ട്, അതാ. ആരതി പറഞ്ഞു. പ്രണവാണിൽ ആകെ ഞെട്ടി പണ്ടാരമടങ്ങിയിരിക്കുകയാണ്. ഡാ, നിന്റെ കാറ്റ് പോയോ? പ്രണവിൻ്റെ റിയാക്ഷൻ ഒന്നുമില്ലെന്ന് കണ്ട് ഗിരി അവൻ്റെ തോളിൽ തട്ടി. ഒന്നുമില്ലടാ. പ്രണവിൻ്റെ ഭാവം കണ്ട് ലച്ചു അടക്കി ചിരിച്ചു. കിച്ചു അവനെയൊന്ന് നോക്കിക്കൊണ്ട് കുപ്പി ആരതിക്ക് കൊടുത്തു. ആ കുപ്പി നേരെ ചെന്ന് നിന്നത് അമ്മുവിൻ്റെ മുന്നിലാണ്. ട്രൂത്ത് ഓർ ഡെയർ? ഡെയർ. ഒരു പാട്ട് പാട്. ആരതി പറഞ്ഞു. അമ്മു ആദ്യം ഒന്ന് സ്റ്റെക്കായെങ്കിലും പിന്നെയൊരു പാട്ട് പാടി. എല്ലാവരും കൈയടിച്ച് അവളെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ കുറച്ച് പേരെ കറക്കി കഴിഞ്ഞതും പിന്നെ വന്ന് നിന്നത് അച്ചുവിൻ്റെ മുന്നിലാണ്. അച്ചു ട്രൂത്താണ് പറഞ്ഞത്. ഈ കൂട്ടത്തിൽ കിച്ചുവിനെയും ലച്ചുവിനെയും ഒഴിച്ച് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാ? റീസൺ കൂടി പറയണം. ഗോപികയാണ് ചോദിച്ചത്. കണ്ണേട്ടൻ. റീസൺ എൻ്റെ ഏട്ടനാണ്. അച്ചു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഓടിപ്പോയി കണ്ണൻ്റെ അടുത്തിരുന്നു. കണ്ണൻ അവളെ ചേർത്ത് പിടിച്ച് അവിടെ നെറുകയിൽ മുത്തി. ചേട്ടാ, ഇവിടെ. റിസോർട്ടിൽ കൂടെ ഡ്രിങ്ക്സ് കൊണ്ടുപോകുന്നവരെ നോക്കി അജിത്ത് വിളിച്ചു കൂവി. ബിയർ കൊണ്ടുവന്നതും ആൺപടകളെല്ലാം ബിയർ വാങ്ങി കുടിച്ചു. അച്ചു ആണെങ്കിൽ കിച്ചുവിനെ കൂർപ്പിച്ചു നോക്കുകയാണ്. തന്നോട് കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചല്ലേ? എന്നോട് നുണ പറഞ്ഞല്ലേ? അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ആരും കാണാതെ അത് തുടച്ചു മാറ്റി. കണ്ണേട്ടാ. അച്ചു ബിയർ കുടിക്കുന്ന കണ്ണനെ തൂണ്ടി. നിനക്കും വേണോടി? തന്നെ നോക്കുന്ന അച്ചുവിനെ കണ്ടതും കണ്ണൻ ചോദിച്ചു. അയ്യേ, എനിക്കൊന്നും വേണ്ട. പിന്നെന്താ? കണ്ണൻ ഒരു സിപ്പ് എടുത്തുകൊണ്ട് ചോദിച്ചു. കിച്ചേട്ടൻ കുടിക്കൂ? അച്ചു കണ്ണുകൾ ചുരുക്കി കണ്ണനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്തു കുടിക്കുമെന്ന്? കണ്ണൻ അവളെ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. കള്ളു കുടിക്കുമെന്ന്. കള്ളു കുടിക്കില്ല. അവനിഷ്ടം വിസ്കിയാ, പിന്നെ ഓൾഡ് മാഗ്, പിന്നെ കിങ് ഫിഷർ, അതൊക്കെയാ. ഇതൊക്കെ കിച്ചേട്ടൻ കുടിക്കൂ? അച്ചു കണ്ണ് തള്ളിക്കൊണ്ട് ചോദിച്ചു പോയി. പിന്നല്ലാതെ. വെറുതെ കള്ളം പറയലേ കണ്ണേട്ടാ, കിച്ചേട്ടൻ കുടിക്കത്തില്ല. അച്ചു പറഞ്ഞു. നിനക്ക് അവനെ അത്ര വിശ്വാസമാണോടി? കണ്ണൻ ബിയർ കുപ്പി മാറ്റിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ അതേന്ന് തലയാട്ടി.
അത് കണ്ട് കണ്ണൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തൊരു വീഡിയോ കാണിച്ചു കൊടുത്തു. ഏതോ ഒരു പാർട്ടിയുടെ വീഡിയോ ആണ്. കുറച്ച് ചെറുപ്പക്കാർ ചുറ്റുമായി വട്ടത്തിൽ കൂടിയിരിക്കുന്നു. നടുക്കായി കുറേ മദ്യക്കുപ്പികളും വൈനും ബിയറും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരെ സൂം ചെയ്തുകൊണ്ടുള്ള വീഡിയോ വന്നു. ലാസ്റ്റ് കിച്ചേട്ടൻ വിസ്കി ബോട്ടിൽ അങ്ങനെ തന്നെ വായിലേക്ക് കമിഴ്ത്തുന്ന വീഡിയോ കണ്ടതും അച്ചുവിൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി. പിന്നെ സ്പീക്കറിൽ നിന്ന് വരുന്ന പാട്ടിന് എല്ലാവരും ഡാൻസ് കളിക്കുകയാണ്. കിച്ചേട്ടനുമുണ്ട് കൂട്ടത്തിൽ. ഉടുത്തിരുന്ന മുണ്ടൊക്കെ വീശിയാണ് ഡാൻസ് കളിക്കുന്നത്. രണ്ട് കാലും നിലത്ത് കുത്തുന്നതുമില്ല. അച്ചു ടെൻഷനോടെയും പരിഭ്രമത്തോടെയും അവരെ നോക്കി. ലച്ചു എല്ലാവരെയും നോക്കിക്കൊണ്ട് മുന്നോട്ട് നോക്കിയതും ഞെട്ടിപ്പോയി. വിടടാ! കയ്യിൽ പിടിച്ചവൻ്റെ കയ്യിൽ തട്ടിയെറിഞ്ഞുകൊണ്ട് അവൻ റിസോർട്ടിൻ്റെ പുറത്തേക്കിറങ്ങി. ആദി! പുറകിൽ നിന്ന് വിളിക്കുന്നവരുടെ വിളിയൊന്നും കേൾക്കാതെ ആദി റിസോർട്ടിൻ്റെ ഒരു സൈഡിലായി സെറ്റ് ചെയ്തിരിക്കുന്ന ബാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ലച്ചുവൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്കെത്തിയതും ആദിയൊന്ന് നിന്നു. ആദി, ലെറ്റ്സ് കം ഓൺ! ഒരു പെൺകുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞതും കുഴഞ്ഞു പോകുന്ന കാലുകളോടെ ആദി അങ്ങോട്ട് നടന്നു. അവിടം ഒരു കൂട്ടം ആളുകൾ ഡാൻസും പാർട്ടിയും നടത്തുകയായിരുന്നു. ആദിയും അവരോടൊപ്പം കൂടി. അപ്രതീക്ഷിതമായി ആദിയെ അവിടെ കണ്ടതും ലച്ചു ഞെട്ടി. ആദ്യം നോട്ടം പോയത് തൻ്റെ സഹോദരങ്ങളിലാണ്. ലച്ചുവിൻ്റെ കണ്ണുകൾ വീണ്ടും ഒരു പെൺകുട്ടിക്കൊപ്പം ഡാൻസ് കളിക്കുന്ന ആദിയിലെത്തി നിന്നു. ലച്ചുവിൻ്റെ കണ്ണുകൾ പിടഞ്ഞു. അപ്പോൾ തൻ്റെ പ്രണയം വെറുതെയാണോ? ശിവേട്ടാ, ഞാൻ മുറിയിലേക്ക് പൊക്കോട്ടെ, ഭയങ്കര തലവേദന. അടുത്തിരുന്ന ശിവയോടായി പറഞ്ഞുകൊണ്ട് ലച്ചു എഴുന്നേറ്റു. ലച്ചുവിനെ തനിച്ച് വിടാതെ അഞ്ജുവും മാളുവും അവൾക്കൊപ്പം മുറിയിലേക്ക് പോയി. എടാ, ആദിയല്ലേ അത്? അവനെന്താ ഇവിടെ? ആദി നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി ഗിരി ചോദിച്ചപ്പോഴാണ് എല്ലാവരും അങ്ങോട്ട് നോക്കിയത്. ശ്യാമേ! ശിവ ശ്യാമിനെ നോക്കി. എനിക്കറിയില്ല ഏട്ടാ, എന്നോടൊന്നും പറഞ്ഞില്ല. ആദി! ശ്യാം എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ആദിയെ നോക്കി ഉറക്കെ വിളിച്ചു. ശ്യാമിൻ്റെ ശബ്ദം കേട്ടതും ആദി ഡാൻസ് നിർത്തിക്കൊണ്ട് അങ്ങോട്ട് നോക്കി. പ്രതീക്ഷിക്കാതെ അവരെ അവിടെ കണ്ട ഞെട്ടൽ ആദിയിലുമുണ്ടായിരുന്നു. ആദി കൂടെയുള്ളവരെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് നടന്നു. നിങ്ങളെന്താ ഇവിടെ? ചുറ്റുമായി ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ആദി ചോദിച്ചു. അല്പം കുഴഞ്ഞുകൊണ്ടുള്ള അവൻ്റെ ചോദ്യത്തിൽ നിന്ന് തന്നെ അവൻ കുടിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊരു ട്രിപ്പ് പോകുകയാണെന്ന് ശ്യാം പറഞ്ഞു. ഓ സോറിടാ, ഞാനത് മറന്നു. നീ എന്താ ഇവിടെ? അജിത്താണ് ചോദിച്ചത്. അത് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ. ഹേ ആദി, കം! ഒരു പെൺകുട്ടി ആദിക്കരികിലേക്ക് വന്നുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. നേത്ര, പ്ലീസ്, ഞാൻ വരുന്നില്ല, യു ഗോ. ആദി പറഞ്ഞതും അത് ഇഷ്ടപ്പെടാത്തതുപോലെ അവളുടെ മുഖം ഇരുണ്ടു. ഇതാരൊക്കെയാ ആദി? പോകാൻ ഉദ്ദേശമില്ലെന്നതുപോലെ അവൾ വീണ്ടും ചോദിച്ചു. നേത്ര, ഇത് നാട്ടിൽ എൻ്റെ ഫ്രണ്ട്സാണ്, ആദി താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. ഓ! എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇതാരാ ആദി? കിച്ചു അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇത് നേത്ര, എൻ്റെ അങ്കിളിൻ്റെ മോളാണ്, ഡൽഹിയിലാ. നേത്ര? ഷോർട്ട് ഹെയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്നുകൊണ്ട് അവളെ വിളിച്ചു. നിന്നെ ആൻറ്റി വിളിക്കുന്നുണ്ട്. ആ പെൺകുട്ടി പറഞ്ഞതും നേത്ര ഇഷ്ടക്കേടോടെ അവിടെ നിന്നും പോയി. ആദി തലചെരിച്ച് ആ പെൺകുട്ടിയെ നോക്കി. നിഹ? എന്താണ് ആദി, ഓർമ്മയുണ്ടോ എന്നെ? അവളുടെ പുഞ്ചിരി തൂകിയുള്ള ചോദ്യത്തിൽ ആദി അവളെ നോക്കിപ്പോയി. അങ്ങനെ മറക്കാൻ പറ്റുമോ നിഹ നിന്നെ? അവളെ ഒന്ന് ഹഗ് ചെയ്തുകൊണ്ട് ആദി പറഞ്ഞു. എന്നിട്ട് നീ എന്നെ ഒന്നും വിളിക്കാറ് പോലും ഇല്ലല്ലോ. പരിഭവത്തോടെ വീർത്ത കവിളുകൾ. നിനക്കറിയാലോ നിഹ കാര്യങ്ങൾ. പപ്പയും മമ്മിയും, ഞാൻ നാട്ടിൽ അച്ചമ്മയോട് കൂടിയാണ്. പിന്നെ നിനക്കറിയാലോ, ഞാൻ ആരുമായി കോണ്ടാക്ട് ചെയ്യാറില്ല. ആദി എങ്ങോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഹേയ് ആദി, ഡെസ്പാവല്ലേ? ഏയ്, നീ എപ്പോ എത്തി? കുറച്ച് മുൻപ്. നിന്റെ പപ്പയാ നീ ഇവിടെയുണ്ടെന്ന് പറഞ്ഞത്. നീ ഒറ്റയ്ക്കാണോ വന്നത്? നോ, ഡാഡിയും മമ്മിയുമുണ്ട്. അവളോട് സംസാരിക്കുകയാണ് ആദ്യം ബാക്കിയുള്ളവരെ കുറിച്ച് ഓർത്തത്. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോവാട്ടോ. നിഹ, വാ പോകാം. ശ്യാമിനെയും മറ്റുള്ളവരെയും നോക്കിക്കൊണ്ട് ആദ്യം നിഹയെ കൊണ്ട് അവിടെ നിന്നും പോയി. അച്ചു ചുറ്റുമൊന്ന് നോക്കി. കൂട്ടത്തിൽ ലച്ചുവിനെ കാണാതെയായതും അച്ചു ഒന്ന് പേടിച്ചു. കണ്ണനോട് പറഞ്ഞുകൊണ്ട് അച്ചു മുറിയിലേക്ക് ഓടി. മുറിയിലേക്ക് എത്തുന്നതിന് മുൻപേ ആരോ ആയി കൂട്ടിയിടിച്ചതും അച്ചുവിൻ്റെ നെറ്റി അയാളുടെ നെറ്റിയിൽ മുട്ടിപ്പോയിരുന്നു. അച്ചു മുഖമുയർത്തി അയാളെ നോക്കി. കുഞ്ഞി കണ്ണുകൾ, ഗൗരവം നിറഞ്ഞ മുഖം.
നേരെ നോക്കി നടന്നുകൂടെ കുട്ടി, മനുഷ്യനെ മെനക്കെടുത്താൻ. അച്ചുവിനെ നോക്കി രൂക്ഷത്തോടെ അയാൾ പറഞ്ഞു. പെട്ടെന്ന് അയാളുടെ മുഖമൊന്ന് വിടർന്നതുപോലെ തോന്നി അച്ചുവിന്. റാം! പുറകിൽ നിന്നൊരാൾ വിളിച്ചതും അയാൾ തിരിഞ്ഞു നോക്കി. അച്ചു സത്യത്തിൽ പേടിച്ചു പോയിരുന്നു. എന്താടാ രാഹുലേ? റാം തന്നെ വിളിച്ചവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താടാ പ്രശ്നം? ഏയ്, ഒരു കുട്ടി, ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ കൂട്ടിമുട്ടിയതാ. രാം പറഞ്ഞപ്പോഴാണ് രാഹുൽ അച്ചുവിനെ നോക്കിയത്. മുഖത്ത് പേടി നിറഞ്ഞിട്ടുണ്ട്. അച്ചുവിനെ കണ്ട രാഹുലിൻ്റെ മുഖവും ഒന്ന് വിടർന്നു. ഞാൻ പൊക്കോട്ടെ? തന്നെ നോക്കി നിൽക്കുന്നവരോടായി അച്ചു പറഞ്ഞു. മറുപടിക്ക് കാത്തു നിൽക്കാതെ തന്നെ അച്ചു അവിടെ നിന്ന് ഓടി മുറിയിലേക്ക് കയറിയിരുന്നു. റാം, അത്? അച്ചു പോയ വഴിയെ നോക്കിക്കൊണ്ട് രാഹുൽ ചോദിച്ചു. വെറുമൊരു മൂളലിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് പോകുന്ന രാമിനെ രാഹുൽ നോക്കി നിന്നുപോയി. അച്ചു മുറിയിലേക്ക് കയറിയതും ബെഡിലാൽ കമിഴ്ന്ന് കിടക്കുന്ന ലച്ചുവിനെയും ബെഡിനോടൊന്ന് ചേർന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന സോഫയിൽ ഫോൺ നോക്കിയിരിക്കുന്ന മാളവിനെയും അഞ്ജുവിനെയും കണ്ടു. നിങ്ങളെ രണ്ടുപേരെയും അവിടെ ശിവേട്ടൻ വിളിക്കുന്നുണ്ട്. അച്ചു അവരെ ഒഴിവാക്കാൻ വേണ്ടി അഞ്ജുവിനോടും മാളവിനോടും പറഞ്ഞു. രണ്ടുപേരും അച്ചുവിനെ ഒന്ന് നോക്കി പുറത്തേക്കിറങ്ങിപ്പോയി. തലയിൽ ആരോ തലോടുന്നതറിഞ്ഞതും ലച്ചു അച്ചുവിൻ്റെ മടിയിലേക്ക് തല കയറ്റി വെച്ചു. ലച്ചു, എനിക്ക് പറ്റണില്ലടി. ലച്ചു മുഖമുയർത്തി അച്ചുവിനെ നോക്കി കരഞ്ഞു. എന്താടാ, എന്താ പറ്റിയേ? എനിക്ക് പറ്റണില്ല ആദ്യേട്ടനെ മറക്കാൻ. വയ്യടി, ഇനിയും എല്ലാവർക്കും മുന്നിൽ ഇങ്ങനെ അഭിനയിക്കാൻ. ഉള്ളു നീറുവാ. ലച്ചു അച്ചുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ശിവേട്ടാ, ഞങ്ങളെ എന്തിനാ വിളിച്ചേ? ചുറ്റും കൂടിയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ശിവയെ നോക്കി മാളു ചോദിച്ചു. ഞാനോ? ആ, അച്ചു പറഞ്ഞല്ലോ. അവള് നിങ്ങളെ പറ്റിച്ചതാവും. ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ചപ്പുറം ആരോ ആദിയോട് സംസാരിക്കുന്നത് അവർ കണ്ടത്. ആദി? അല്പം പ്രായം ചെന്നൊരാൾ ആദിയെ വിളിച്ചതും ആദി അയാളുടെ അടുത്തേക്ക് നടന്നു. എന്താ പപ്പ? നിന്റെ PG കഴിയാറായില്ലേ? ഇനി എന്താ നിന്റെ പ്ലാൻ? ആദിയുടെ പപ്പ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല പപ്പ. PG കഴിഞ്ഞ് നാട്ടിൽ തന്നെ ഒരു ജോബ് നോക്കണമെന്നാണ് വിചാരിക്കുന്നത്. നാട്ടിലോ? അതൊന്നും പറ്റില്ല. നിനക്ക് USA ജോബ് ശരിയാക്കിയിട്ടുണ്ട്. PG കഴിഞ്ഞ് നേരെ ഡൽഹിയിലോട്ട്, അവിടെ കുറച്ച് ഡേയ്സ് നിന്നിട്ട് USA പോകാം. ആദിയുടെ പപ്പ അല്പം പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു. US പപ്പ ഇത് എന്താ പറയുന്നേ? ആദി സംശയരൂപേണ പപ്പയെ നോക്കി. യെസ്, നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കും കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശം ഇല്ലേ ആദി? അത് പറഞ്ഞത് ആദിയുടെ മമ്മിയായിരുന്നു. അവകാശമില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ എൻ്റെ ജോലിയും പഠനവുമെല്ലാം എൻ്റെ പേഴ്സണലാണ്. അത് എങ്ങനെ വേണം, എവിടെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ആദി ചെറിയ തോതിൽ ദേഷ്യത്തോടെ പറഞ്ഞു. നിന്റെ പഠനം നിന്റെ ആഗ്രഹത്തിന് നാട്ടിൽ പഠിച്ചു. ജോലി നീ USA തന്നെ ചെയ്യണം. പപ്പ കർശനമായി തന്നെ പറഞ്ഞു. നടക്കില്ല പപ്പ. എൻ്റെ ലൈഫ് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, ഞാനാണ്. അതും പറഞ്ഞ് ദേഷ്യത്തിൽ ആദി കുറച്ചപ്പുറം നീങ്ങി നിന്നു. ഏകദേശം കിച്ചുവും മറ്റും ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ടാണ് അവൻ വന്ന് നിന്നത്. ആദി! അവനടുത്ത് വന്ന് നേത്ര വിളിച്ചതും ആദി തിരിഞ്ഞു നോക്കി. നീ എന്തിനാ ആദി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അങ്കിൾ പറഞ്ഞത് നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ? മാത്രമല്ല, ഞാനും US വർക്ക് ചെയ്യുന്നത്. അവിടെയാണ് നിനക്കും ജോലി റെഡിയാക്കിയിരിക്കുന്നത്. മാത്രമല്ല, നിന്റെ PG കഴിഞ്ഞ് ഡൽഹിയിലേക്ക് വരുമ്പോൾ നമ്മുടെ വിവാഹം നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ പാരൻസ്. നേത്ര പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെ ആദിയുടെ കൈ നേത്രയുടെ കരണത്ത് പതിഞ്ഞിരുന്നു. നേത്ര കവളിലെ പുകച്ചിലോടെ ആദിയെ നോക്കി. ഞാൻ എപ്പോഴാടി നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്? നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആദി ദേഷ്യത്തിൽ പറഞ്ഞു. അപ്പോഴേക്കും അവിടേക്ക് ആദിയുടെ ബാക്കി ഫാമിലി മെമ്പേഴ്സും വന്നു. എന്തിനാ ആദി നീ എൻ്റെ മോളെ തല്ലിയത്? നേത്രയുടെ പപ്പ ആദിക്ക് നേരെ ചോദിച്ചു. എന്തിനാണെന്ന് മോളോട് തന്നെ ചോദിച്ചു നോക്ക്. എന്താ മോളെ? ഞാൻ ആദിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി. അപ്പോഴാ അവൻ എന്നെ. ഇല്ലാത്ത കണ്ണുനീർ തുടയ്ക്കുന്നത് പോലെ നേത്ര ഭാവിച്ചു. നിനക്കെന്താ ആദി, ഭ്രാന്താണോ? വെറുതെ മോളെ തല്ലുന്നത് എന്തിനാ? ആദിയുടെ പപ്പ പറഞ്ഞു. ഓരോന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിച്ചാ എനിക്കും ദേഷ്യം വരും. പിന്നെ ഞാൻ USA ഡൽഹിയിലേക്കോ ഇങ്ങോട്ടും ഞാനില്ല. പിന്നെ ആരെയും വിവാഹം കഴിക്കാനും. ആദി പറഞ്ഞതും ആദിയുടെ പപ്പ അവന് നേരെ ദേഷ്യപ്പെട്ടു. നിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് ആദി. ഓ, എന്തിൻ്റെ അവകാശമാണ് നിങ്ങൾക്ക് എന്നിലുള്ളത്? എന്നെ ജനിപ്പിച്ചു എന്ന അവകാശോ?
അതാണോ നിങ്ങൾക്ക് എന്നിലുള്ള അവകാശം? അല്ല, അതുമാത്രമുള്ളൂ നിങ്ങൾക്ക് എന്നിലുള്ള അവകാശം? ഒരിക്കലും നിങ്ങൾ എനിക്ക് എൻ്റെ പപ്പയോ അമ്മയോ ആയിട്ടില്ല. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഞാൻ അറിഞ്ഞത് ചെറിയച്ഛൻ്റെയും ചെറിയമ്മയുടെയും വാത്സല്യത്തിൽ നിന്നാണ്. ഒരു മകന് വാത്സല്യവും സ്നേഹവും തരേണ്ട സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യവും തീരുമാനിക്കാനുള്ള അവകാശം എന്നെ ജനിപ്പിച്ച നിങ്ങൾക്കല്ല, എന്നെ വളർത്തിയ അമ്മമ്മയ്ക്കും ചെറിയമ്മയ്ക്കും ചെറിയച്ഛനുമാണ്. ആദി, നിർത്ത്, മതി. അങ്കിൾ, നിങ്ങൾ ചെല്ല്, വെറുതെ അവൻ്റെ ദേഷ്യം കൂട്ടണ്ട. നിഹ പറഞ്ഞതും അവരെയൊന്ന് നോക്കിക്കൊണ്ട് ഓരോരുത്തരുമായി പോയി. നേത്ര, നിന്നോട് കൂടിയാ ഞാൻ പറഞ്ഞത്, ചെല്ല്. നിഹ ശബ്ദം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ആദിയെ നോക്കിക്കൊണ്ട് നേത്ര മുന്നോട്ട് നടന്നു. ആദി! തിരിഞ്ഞു നിൽക്കുന്ന ആദിയെ നിഹ വിളിച്ചു. ഉടനടി ആദി തിരിഞ്ഞുകൊണ്ട് നിഹയെ ഇറുകെ പുണർന്നു. നിഹയും അത് കണ്ട കിച്ചുവും മറ്റും ഞെട്ടിപ്പോയി. അച്ചുവിനൊപ്പം പുറത്തേക്കിറങ്ങിയ ലച്ചു കണ്ടതും ഈ കാഴ്ചയായിരുന്നു. ലച്ചുവിന് ഈ ലോകം കീഴ്മേൽ തിരിയുന്നതായി തോന്നിപ്പോയി. കണ്ണൻ കണ്ടതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാതെ വേറെ വഴിയില്ലെന്ന് അച്ചുവിനും ലച്ചുവിനും ബോധ്യമായി. അവർക്കൊപ്പം ഇരിക്കുമ്പോഴും ലച്ചുവിൻ്റെ കണ്ണുകൾ പുകഞ്ഞു. നോട്ടം നിഹയെ പുണർന്നു നിൽക്കുന്ന ആദിയിലായിരുന്നു. തോളിൽ നനവറിഞ്ഞതും ആദിയുടെ മുഖം നിഹ ബലമായി തന്നെ അടർത്തി മാറ്റി. എന്താടാ, എന്തിനാ കരയണേ? നിഹ അവൻ്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് ഒട്ടും പറ്റണില്ലടി. സത്യത്തിൽ ഇങ്ങോട്ട് വരാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എനിക്ക്. ആദി ഷർട്ടിൻ്റെ സ്ലീവിൽ മുഖം തുടച്ചു. അവന് ആരോടേലും മനസ്സ് തുറക്കണമെന്ന് തോന്നിപ്പോയി. നീ ഇവിടെ ഇരിക്കെ. നിഹ അടുത്തുള്ള സ്റ്റോൺ ബെഞ്ചിൽ ആദിയെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. നിഹ. ആദി നിഹയുടെ കയ്യിൽ പിടിച്ച് നിർത്തി. എന്താടാ? എനിക്ക് ആരോടേലും ഒന്ന് മനസ്സ് തുറക്കണം നിഹ. ആദി ദയനീയമായിക്കൊണ്ട് പറഞ്ഞു. നിഹ അവനൊപ്പം ഇരുന്നു. എന്താടാ നിന്റെ പ്രശ്നം? അവൾ ചോദിച്ചു. ഇങ്ങോട്ട് വരാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയില്ലേ നിഹ? എനിക്ക് ഒട്ടും പറ്റണില്ലടി. +2 വരെയുള്ള ഡൽഹി ലൈഫിൽ നിന്ന് വേദന മാത്രമാണ് ഉണ്ടായത്. പപ്പയും അമ്മയും എന്നെ ഒന്ന് സ്നേഹിച്ചിട്ട് പോലുമില്ല. അത്രയ്ക്ക് പറ്റാതായപ്പോഴാണ് അമ്മമ്മയുടെ നാട്ടിലേക്ക് വരാൻ ഞാൻ തീരുമാനിച്ചത്. അതിലുണ്ടായ പ്രശ്നങ്ങൾ നിനക്കറിയാലോ നിഹ? അറിയാം, ഞാനൊന്നും മറന്നിട്ടില്ല. നിഹ കുറച്ച് നീരസത്തോടെ പറഞ്ഞു. പപ്പയും അമ്മയും എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ചുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നത്. സത്യം പറയാലോ നിഹ, ലൈഫിൽ ഞാൻ ഇത്രയും സന്തോഷിച്ചിട്ടുള്ള നാളുകൾ വേറെയില്ല. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, അനിയത്തിമാരെ കിട്ടി, അതിലുമുപരി നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി. അവൻ്റെ ഫാമിലി എന്ത് രസമാണെന്നറിയോ? എല്ലാവരും ചേർന്ന്. ആദിയുടെ നോട്ടം ഒരു വേള ശ്യാമിലും അവൻ്റെ കൂടെ ഇരിക്കുന്നവരിലും എത്തി, ഒപ്പം മുഖം പൊത്തിയിരിക്കുന്നവളിലേക്കും. ഡൽഹിയിൽ നിന്ന് പോരുമ്പോൾ മനസ്സിൽ ഒരു വേദനയുണ്ടായിരുന്നു. അത് നിന്നെ പിരിയുന്നതോർത്തായിരുന്നു നിഹ. ആദി നിഹയുടെ കൈകൾ കവർന്നു. നിഹ അവൻ്റെ കയ്യിൽ കൈ ചേർത്തുകൊണ്ട് അവനെ ആശ്വസിപ്പിച്ചു.